AKTA പാർലം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പാർലം സൊസൈറ്റി ഹാളിലായിരുന്നു കൺവെൻഷൻ. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ അടുത്ത വർഷം നികത്തി തരില്ലേ? എങ്ങനെ? പുതിയ മെമ്പർമാരെ ചേർത്തിട്ട്. നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഈ വർഷം മെമ്പർഷിപ്പ് 3,76,400 മെമ്പർഷിപ്പാണ്. 3,76,400 പറയാറില്ലേ? അതിന്റെ ഒരു ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പോടുകൂടി ആര് നിൽക്കുന്നുണ്ട്? ആരാ നിൽക്കുന്നേ? നമ്മുടെ ജില്ല. എത്ര? നിങ്ങൾക്ക് സർക്കുലർ കിട്ടിയില്ലേ? സർക്കുലർ കണ്ടോ? നമ്മളുടെ സംസ്ഥാനത്ത് നമ്മളുടെ ഈ സംഘടനയുടെ മെസ്സേജുകൾ അപ്പത്തെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഇടങ്ങളിലേക്ക് കിട്ടും. എങ്ങനെ? വാട്സപ്പ് മെസ്സേജിലൂടെ കിട്ടുന്നില്ലേ? അപ്പൊ ഈ പ്രാവശ്യം സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലാ മെമ്പർഷിപ്പ് 67,982. എത്ര? 67,982 മെമ്പർഷിപ്പാണ്. അതിൽ നമ്മൾ പുതിയത് ചേർത്തത്, ജില്ല പുതിയത് ചേർത്തത് 5,063. ആ 6 കൂടി കൂട്ടിയിട്ട് ഏതാണ്? ഇവിടത്തെ 6 കൂടി കൂട്ടിയിട്ട് 5,063 മെമ്പർഷിപ്പാണ് നമ്മുടെ ജില്ലയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ പുതിയ മെമ്പർഷിപ്പ് 36,845. യൂണിറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ശോഭ സന്തോഷ് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രശ്മി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ, ആറാട്ടുപുഴ, കോടന്നൂർ, പെരുമ്പിളിശ്ശേരി എന്നീ യൂണിറ്റുകളുടെ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വിവിധ പ്രമേയങ്ങൾ കൺവെൻഷനിൽ അവതരിപ്പിച്ചു.